താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ജനങ്ങൾ ഇത്രയും കാലം നൽകിയ സ്നേഹവും പിന്തുണയുമാണ് തന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനമെന്ന് UDF സ്ഥാനാർത്ഥി റോജി എം ജോൺ. അങ്കമാലിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനായിട്ട് പാർട്ടി നേതൃത്വം വീണ്ടും എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് അതിലുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അങ്കമാലിയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അങ്കമാലിയിലെ ജനങ്ങളോടൊപ്പം, എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. ജനങ്ങൾ ഇത്രയും കാലം നൽകിയ പിന്തുണ തന്നെയാണ് എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട്. ഏത് വിധേനയും ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. 100 സീറ്റിലധികം നേടി കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ UDFൻ്റെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും UDFൻ്റെ ഒരു MLAയും ഉണ്ടാവണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയൊരു ഭരണമാറ്റത്തിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.